കോവിഷീൽഡ് വാക്സിൻ എടുത്ത ആളുകളിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നു എന്ന മട്ടിലുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ വളരെ ആശങ്കയോടെ ചോദിക്കുന്നു, ഈ വാക്സിൻ എടുത്തത് മൂലം ഇനി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ? ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പാർശ്വഫലങ്ങൾ ഞങ്ങളെ വേട്ടയാടുമോ? രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയുണ്ടാകുമോ? ഇങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾ പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ഈ കോവിഷീൽഡ് വാക്സിന്റെ ഒരു ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ ഒന്നായിട്ടുള്ള ഓക്സ്ഫോർഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാക്സിനോളജിയുടെ പ്രൊഫസറായ സാറ കാതറിൻ ഗിൽബർട്ടിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഗവേഷകരാണ് ഈ ഓക്സ്ഫോർഡ് വാക്സിൻ അല്ലെങ്കിൽ കോവിഷീൽഡ് വികസിപ്പിച്ചെടുത്തത്. തീർച്ചയായിട്ടും ഈ വാക്സിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ, ഈ വൈറസ് എങ്ങനെയാണോ ഒരു മനുഷ്യ ശരീരത്തിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്, അതിന് സമാനമായിട്ടുള്ള നേരിയ തോതിലുള്ള ചില ലക്ഷണങ്ങൾ ജനിപ്പിച്ച ശേഷം ആ വൈറസിനോടുള്ള പ്രതിരോധ ശക്തി ശരീരത്തിൽ കൂട്ടുകയും, അഥവാ ഭാവിയിൽ ഈ വൈറസ് മനുഷ്യ ശരീരത്തിൽ കയറുന്ന ഒരു സാഹചര്യം വന്നാൽ ആ വൈറസിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വാക്സിന്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഫലമുളവാക്കുന്ന ഏതൊരു വസ്തുവും പാർശ്വഫലമുളവാക്കാനും സാധ്യതയുണ്ട്. അത് കുടിക്കുന്ന വെള്ളമായാലും കഴിക്കുന്ന ഭക്ഷണമായാലും ശ്വസിക്കുന്ന വായുവായാലും എല്ലാത്തിനും അതിൻ്റെതായ പാർശ്വഫലങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും ഒരു പരിധിയിൽ കൂടുതലുള്ള അളവിൽ ഈ സംഗതികൾ ചെല്ലുമ്പോൾ മാത്രമാണ് പാർശ്വഫലങ്ങൾ പ്രകടമാകുന്നത്. കൃത്യമായ അളവിൽ അത് ചെന്നു കഴിഞ്ഞാൽ ഗുണഫലങ്ങളായിരിക്കും കൂടുതലായിട്ടും പ്രകടമാകുന്നത്. ഈ വാക്സിന്റെ പരീക്ഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അപൂർവം ചില വ്യക്തികളിലും മറ്റുമൊക്കെ ചില പാർശ്വഫലങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ജീവന് ഹാനി വരാൻ പ്രാപ്തിയുള്ള തരം പാർശ്വഫലങ്ങളല്ല എന്ന് വെളിപ്പെട്ടതിനെ തുടർന്നാണ് ഈ ഒരു വാക്സിൻ ഉപയോഗത്തിന് വേണ്ടി ലോകാരോഗ്യ സംഘടനയും ഇന്ത്യ ഗവൺമെന്റും അടക്കമുള്ള സ്ഥാപനങ്ങൾ അംഗീകരിച്ചത്. ഇപ്പോൾ ഇതിന്റെ ഉപയോഗത്തെ തുടർന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ തെളിയിക്കുന്നത് ഏകദേശം 60 ലക്ഷത്തോളം ആളുകളെ കോവിഡ് മൂലമുള്ള മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ഈ വാക്സിനാണ് എന്നുള്ളതാണ്. ഏതൊരു വാക്സിൻ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴും അതിന്റെ ഗുണവും ദോഷവും തമ്മിൽ വിവേചിച്ച് ഗുണഫലങ്ങൾ കൂടുതലാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയും ദോഷങ്ങളാണ് കൂടുതലെങ്കിൽ അത് തിരസ്കരിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. കോവിഷീൽഡ് വാക്സിന്റെ കാര്യത്തിൽ ഗുണഫലങ്ങളാണ് കൂടുതൽ എന്ന് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിന് അംഗീകാരം ലഭിച്ചത്. പിന്നെ എങ്ങനെയാണ് ഈ രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥ വരുന്നത്? നമുക്കറിയാം, ഈ കോവിഡ് വൈറസ് ഓരോ ഘട്ടത്തിലും വ്യത്യസ്ത രീതികളിലുള്ള ലക്ഷണങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ചില വ്യക്തികളിൽ അസിംറ്റമാറ്റിക് കോവിഡ്, അതായത് ബാഹ്യ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത കോവിഡ് എന്നൊരു സംഗതി വന്നു പോയിരുന്നു. ഒരുപാട് ആരോഗ്യ പ്രവർത്തകർക്ക് അത്തരത്തിലുള്ള സംഗതി വന്നുപോയി. അത് ഭാവിയിൽ കോവിഡ് വൈറസിന്റെ ആന്റിബോഡി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്, ആ ആന്റിബോഡിയുടെ അളവ് കൂടി നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് നേരത്തെ കോവിഡ് വന്നിരുന്നു എന്ന് ആ അനുഭവിച്ച വ്യക്തിക്ക് പോലും ബോധ്യപ്പെടുന്നത്. അത്രയ്ക്ക് മൃദുവായിട്ടുള്ള ലക്ഷണങ്ങൾ അല്ലെങ്കിൽ കാര്യമായ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെയായിരിക്കും കോവിഡ് വന്നത്. പക്ഷേ ഇത്തരം അസിംറ്റമാറ്റിക് കോവിഡ് സമൂഹത്തിൽ ധാരാളം ആളുകൾക്ക് വന്നിട്ടുണ്ട് എന്ന് പഠനഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ അസിംറ്റമാറ്റിക് കോവിഡ് ആണെങ്കിൽ പോലും ഈ കോവിഡ് വൈറസ് ഉണ്ടാക്കുന്ന ചില ശാരീരികമായ പ്രത്യാഘാതങ്ങൾ അതും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ കോവിഡ് വൈറസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തകരാറ് നമുക്കറിയാം, ത്രോംബോ എംബോളിസം. രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിച്ച് ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളിലേക്കുള്ള രക്ത ഓട്ടം തടസ്സപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ദൂഷ്യഫലം എന്ന് പറയുന്നത്. ഈ അസിംറ്റമാറ്റിക് കോവിഡ് ഉണ്ടായ വ്യക്തികളിലും ഇതേപോലെയുള്ള ദൂഷ്യഫലങ്ങൾക്ക് സാധ്യതയുണ്ട്. കോവിഡിന്റെ ലക്ഷണങ്ങളോ പനിയോ തൊണ്ടവേദനയോ ചുമയോ ശ്വാസം മുട്ടലോ ഒന്നും പ്രകടമായിട്ടില്ല. പക്ഷെ വളരെ ലഘുവായ ചില ലക്ഷണങ്ങൾ അത് വ്യക്തി പോലും ശ്രദ്ധിക്കാത്ത രീതിയിൽ വന്നു പോകുന്നു. പക്ഷെ പിന്നീട് ചിലപ്പോൾ കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് രക്തക്കുഴലുകൾ അടയുന്ന ഒരു അവസ്ഥ വരുന്നു. അത് ഹൃദയാഘാതത്തിന്റെയോ മസ്തിഷ്കാഘാതത്തിന്റെയോ ഒക്കെ രൂപത്തിൽ പ്രകടമായി വന്നേക്കാം. ഈ അസിംറ്റമാറ്റിക് കോവിഡ് വന്ന പല ആളുകളും തങ്ങൾക്ക് കോവിഡ് വന്നിട്ടില്ല എന്ന് ധരിച്ച് അധികം വൈകാതെ തന്നെ വാക്സിൻ എടുത്തിട്ടുണ്ടാകാം, വാക്സിൻ ലഭ്യമായ സമയത്ത്. എന്നാൽ ഈ അസിംറ്റമാറ്റിക് കോവിഡ് മൂലമുണ്ടായ ഈ രക്തക്കുഴലുകൾ അടയുന്ന ത്രോംബോ എംബോളിസം എന്ന പ്രശ്നം ഇവരിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് വാക്സിൻ എടുത്തതിനെ തുടർന്നുള്ളതാണ് എന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ നമുക്കെല്ലാം അറിയാം, ഈ പ്രായം കൂടിയ ആളുകളിൽ ഏത് തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഗുരുതരമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പ്രായം കൂടിയ വ്യക്തികൾക്ക് പ്രത്യേകിച്ച് പ്രമേഹം, അധിക രക്തസമ്മർദ്ദം, ഹൃദ്രോഗം തുടങ്ങിയ പ്രശ്നങ്ങൾ കൂടെ ഉണ്ട് എങ്കിൽ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത അവരിൽ വളരെയധികം കൂടുതലാണ്.
പലപ്പോഴും അത്തരം വ്യക്തികൾക്കാണ് ഈ പറഞ്ഞ രക്തം കട്ട പിടിക്കുന്ന ത്രോംബോ എംബോളിസവും അതേ തുടർന്നുള്ള ഹൃദയാഘാതവും പക്ഷാഘാതവും ഒക്കെ വന്നത് എന്നുള്ളതാണ് സത്യം. ചെറുപ്പക്കാരിലോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത വ്യക്തികളിലോ കാര്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ പർവ്വതീകരിച്ച് ഈ വാക്സിൻ വലിയ അപകടകാരിയാണ് എന്നുള്ള തരത്തിലൊരു ഭയത്തിന്റെ സന്ദേശം വിതയ്ക്കുന്നത് തീർച്ചയായിട്ടും അത് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എവിടെയെങ്കിലും നടന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വാക്സിൻ എടുത്ത എല്ലാ ആളുകൾക്കും അപകടം വരാൻ പോകുന്നു എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഈ വാക്സിൻ വലിയൊരു ശതമാനം ആളുകളിൽ സുരക്ഷിതമാണ് എന്നുള്ളത് തന്നെയാണ് അനുഭവങ്ങളും പഠനങ്ങളും തെളിയിക്കുന്നത്. ഒറ്റപ്പെട്ട പാർശ്വഫലങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അതിനെ തള്ളിപ്പറയേണ്ട സാഹചര്യം ഇന്ന് നിലവിലില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ വാക്സിനുകൾ, ഏത് അസുഖത്തിനുള്ള വാക്സിൻ ആയാലും ശരി, അതിന് ഒരുപാട് ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആധുനിക ശാസ്ത്രത്തിൽ നമുക്ക് സമീപകാലത്തായിട്ട് കണ്ടുപിടിക്കപ്പെട്ട ചില വാക്സിനുകളെങ്കിലും ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ പോലും ശക്തമാണ് എന്നുള്ള പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസിന് ഗർഭാശയ ക്യാൻസറുമായിട്ട് ബന്ധമുണ്ട് എന്ന് പഠനങ്ങൾ വന്നു. അപ്പൊ ഈ HPV വൈറസിന് എതിരായിട്ടുള്ള വാക്സിൻ എടുക്കുന്ന വ്യക്തികളിൽ, സ്ത്രീകളിൽ ഗർഭാശയ ക്യാൻസറിനുള്ള സാധ്യത കുറയുന്നതായിട്ട് പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞൊരു വൈറസ്, അത് കരളിനെ ബാധിച്ചു കഴിഞ്ഞാൽ കരളിന് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എതിരായിട്ടുള്ള വൈറസ് എടുക്കുന്ന വ്യക്തികളിൽ കരളിന് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ കേവലം ഈ വൈറസ് അണുബാധ തടയുന്നതിനപ്പുറം അർബുദമടക്കമുള്ള ഗൗരവ സ്വഭാവമുള്ള പല രോഗങ്ങളും തടയുന്നതിന് ഈ ക്യാൻസർ ഈ വാക്സിനുകൾക്ക് പങ്കുവഹിക്കാൻ കഴിയും എന്നുള്ള ഒരു യാഥാർത്ഥ്യവും കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു വാർത്തയെ തുടർന്ന് സമൂഹത്തിൽ ഭീതി വിതയ്ക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കരുത്. വാക്സിൻ എടുത്ത ബഹുഭൂരിപക്ഷം ആളുകളിലും അത് ഗുണഫലങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഗവേഷകർ തന്നെ പറഞ്ഞിട്ടുണ്ട് 60 ലക്ഷത്തോളം വ്യക്തികളെ ജീവൻ രക്ഷപ്പെടുത്തിയ ഒരു വാക്സിനാണിത്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്.